നമസ്കാരം. ഇന്നലെയും ഇന്നുമായിട്ട് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമുണ്ട്. ഗോവിന്ദച്ചാമി. കേരളീയർക്കൊക്കെ ഏറ്റവും സുപരിചിതമായുള്ളൊരു പേരാണത്, ഗോവിന്ദച്ചാമിയുടേത്. 2011 ഈ ഗോവിന്ദച്ചാമി കേരളത്തിൽ ഇത്രയും പ്രസിദ്ധനായി മാറിയത്. ട്രെയിൻ യാത്രയ്ക്കിടയിൽ ഒരു പാവം പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തട്ടിയിട്ട് അവളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നു. ഇതിന് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന കൊടും കുറ്റവാളിയാണ് നമ്മുടെ ഈ ഗോവിന്ദച്ചാമി എന്ന് പറയുന്നത്. അയാൾ ഇപ്പോൾ കണ്ണൂർ ജയിലിലായിരുന്നു. കണ്ണൂർ ജയിലിൽ ഏറ്റവും കൊടും കുറ്റവാളികളെ മാത്രം പാർപ്പിക്കുന്നതായുള്ള സെല്ലിൽ അടച്ചിട്ടിരുന്നതായുള്ള ഗോവിന്ദച്ചാമിയാണ് ഒരു ദിവസം ജയിൽ ചാടിയിരിക്കുന്നത്. ജയിൽ ചാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര സംഭവമല്ല. പ്രത്യേകിച്ചും കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന ജയിലാവുമ്പോൾ അതിൽ ഏറ്റവും സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു സ്ഥലമാണത്. 3 മതിലുകൾ ചാടിക്കടന്നിട്ട് വേണം അയാൾക്ക് പുറത്ത് കിടക്കണമെങ്കിൽ. 3 മതിലുകൾ, 1 2 അല്ല, 6 മീറ്റർ ഉയരമുണ്ട് മതിലിന് തന്നെ. ആ മതിലിൻ്റെ മേലെ 1.5 മീറ്റർ ഉയരത്തിൽ കമ്പിവേലിയുണ്ട്. കമ്പിവേലി എന്ന് പറഞ്ഞാൽ വെറും കമ്പിവേലി അല്ല, അതിൽ വൈദ്യുതി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നതായുള്ള കമ്പിവേലിയാണത്. അപ്പോൾ 6, 1.5, 7.5 മീറ്റർ ഉയരത്തിൽ നിന്ന് അയാൾ ചാടണമെങ്കിൽ, പുറത്ത് കിടക്കണമെങ്കിൽ എത്രമാത്രം സാഹസികമായിട്ടുള്ള പ്രവൃത്തിയാണ് അയാൾ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, നമ്മളെപ്പോലെ സാധാരണ ജനങ്ങളെപ്പോലെയുള്ള ഒരു ശരീരാവയവങ്ങളല്ല അയാൾക്കുള്ളത്. അയാളുടെ ഒരു കൈയിൻ്റെ പത്തിയില്ല, ഇടത് കൈയിൻ്റെ. അപ്പോൾ 2 കൈകളില്ലാത്ത ഒരാൾ ഇത്രയും ഉയരത്തിൽ കയറണമെങ്കിൽ അതെങ്ങനെയാണ് സാധ്യമാകുക? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം. പിന്നെ ഈ ജയിലിൻ്റെ സംവിധാനം, അവിടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതായുള്ള ക്യാമറയുണ്ട്. അതിൻ്റെയൊക്കെ കണ്ണ് വെട്ടിച്ചിട്ട് വേണം അയാൾക്ക് പുറത്ത് കിടക്കാൻ. അതുപോലെ ഈ അരമണിക്കൂർ കൂടുമ്പോൾ അവിടെ പരിശോധിക്കാനുള്ള ജയിൽ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പോൾ അവരുടെ കണ്ണ് വെട്ടിക്കണം. മാത്രമല്ല, അവിടുത്തെ ഈ ക്യാമറയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ അനക്കം ഉണ്ടായാൽ പോലും അത് അവിടേക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അതൊന്നും ആരും അറിയാതെ ഒരു രാത്രിയിൽ, അന്ന് വേണമെങ്കിൽ ഒരു കാര്യം പറയാം, നല്ല മഴയുള്ള രാത്രിയാണ് അയാൾ ചാടാനായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ശബ്ദം ചിലപ്പോൾ അവർ കേട്ടില്ല എന്ന് വരാം. പക്ഷേ അരമണിക്കൂർ കൂടുമ്പോൾ അവിടെ പരിശോധിക്കാൻ ആളുകളില്ലേ? അപ്പോൾ ഇയാൾ ചാടണമെങ്കിൽ ഒരു നിമിഷം കൊണ്ടാണ്ട് പെട്ടെന്ന് ചാടാൻ പറ്റുമോ ഇത്രയും വലിയ മതിലൊക്കെ ആകുമ്പോൾ? അപ്പോൾ ഇതെല്ലാം ചാടിക്കടന്ന് അയാൾ എങ്ങനെയാണ് ചാടുന്നത്? തുണി കെട്ടിയിട്ടാണ്. അപ്പോൾ ഈ തുണികൾ എങ്ങനെ കിട്ടി? ഗോവിന്ദച്ചാമിക്ക് ഇത്രയും അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു സെല്ലിൽ പാർക്കുന്നതായുള്ളൊരു കൊടും കുറ്റവാളിക്ക് എവിടെ നിന്നാണ് ഈ തുണികൾ ഇങ്ങനെ വെച്ച് കെട്ടി കയറ് പോലെയൊക്കെ ആക്കി അതിൻ്റെ പുറത്തേക്ക് ചാടാനുള്ളൊരു സംവിധാനം ഒരുക്കാൻ എങ്ങനെ സാധിക്കുന്നു? മാത്രമല്ല, ഇയാൾ 1 മാസത്തോളമായത്രേ ഇതിനുള്ള 1.5 മാസത്തോളമായി. അത് അയാൾ തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ പിടിച്ചതിന് ശേഷം. അപ്പോൾ 1.5 മാസത്തോളമായി അയാൾ ഇതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി തുടങ്ങിയിട്ട്. സാധാരണ രീതിയിൽ ഇതുപോലുള്ള കുറ്റവാളികൾക്ക് സാധാരണ രീതിയിലുള്ള ഭക്ഷണക്രമങ്ങൾ ഡോക്ടർ പരിശോധിച്ച് അതിനനുസരിച്ചാണ് ഭക്ഷണങ്ങൾ ക്രമീകരിക്കുക. ഗോവിന്ദച്ചാമിക്ക് അതൊന്നും ബാധകമല്ല. അയാൾ സാധാരണ രീതിയിലുള്ള ഭക്ഷണം കഴിച്ചിരുന്ന ആളാണ്. നേരത്തെ ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച ആളാണ്. ഇപ്പോൾ അതെല്ലാം വെട്ടിച്ചുരുക്കിയിട്ട് ചപ്പാത്തി മാത്രമാണ് അയാൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അയാളുടെ ശരീരം മെലിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരീരം മെലിഞ്ഞിട്ട് വേണം ഈ കമ്പികൾക്ക് ഇടയിലൂടെ അയാൾക്ക് ഉഴുന്നിറങ്ങാനായിട്ട്. അപ്പോൾ അത്രയും ഗംഭീരമായിട്ടുള്ള പ്ലാനിങ് ആണ് ഈ ഗോവിന്ദച്ചാമി നടത്തിയിട്ടുള്ളത്. അപ്പോൾ ശരീരം മെലിയാനുള്ള പ്രക്രിയ ആൾ നേരത്തെ ആരംഭിച്ചു. ഇതൊന്നും പരിശോധിക്കാനോ എന്തുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ഭക്ഷണം ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് ചിന്തിക്കാനോ അന്വേഷിക്കാനോ ഒരാളുണ്ടായില്ല എന്നുള്ളതാണ്. കൂടാതെ ജയിലിൽ വസിക്കുന്ന ആളുകൾക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഷേവിങ് നടത്തണം. ഇത് ഗോവിന്ദച്ചാമിക്ക് ഇതൊന്നും ബാധകമല്ല. അപ്പോൾ ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ ഭക്ഷണം അപ്പോൾ മറ്റേത് വയറിന് പിടിക്കുന്നില്ല, വേറെന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ജയിലധികൃതരെ ബോധിപ്പിച്ച് അയാൾ ഇങ്ങനെ ഒരു ഭക്ഷണക്രമത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് ഷേവിങ്ങിൻ്റെ വിഷയത്തിലും. ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ അലർജി വരും ഇത്ര അയാൾക്കിപ്പോൾ. നേരത്തെ ഒന്നും അതുണ്ടായിരുന്നില്ല. ഇപ്പോൾ അടുത്ത കാലത്താണ് ഈ അലർജി തുടങ്ങിയത്. അപ്പോൾ അലർജി തുടങ്ങി, അപ്പോൾ ഷേവ് ചെയ്യണ്ട, അപ്പോൾ താടി വളർത്താം, മുടി വളർത്താം, ഒരു പ്രശ്നമില്ല. അപ്പോൾ താടി മുടിയൊക്കെ വളർത്തി അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളാണ്. എന്തിനാ ഈ താടി വളർത്തുന്നറിയോ?
അപ്പോൾ പുറത്ത് ചാടി കടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആളുകൾ തിരിച്ചറിയാൻ പാടില്ല. ഗോവിന്ദജാവിക്ക് ജനങ്ങൾക്ക് പരിചിതമായുള്ളൊരു മുഖമുണ്ട്. ആ മുഖത്തു നിന്നൊരു മാറ്റം വരണം. അതിനായിരിക്കണമല്ലോ ഇങ്ങനെ താടി മുടിയൊക്കെ വളർത്തി അയാൾ പെട്ടെന്ന് തിരിച്ചറിയാൻ പാകത്തിലല്ലാത്ത വിധത്തിൽ ആയി തീർക്കാനുള്ള അയാളുടെ സംവിധാനമാണ് അയാൾ തിരഞ്ഞെടുത്തത്. ഇനി മൂന്നാമത്തെ കാര്യം, അതുപോലെ തന്നെ കറുത്ത വസ്ത്രമൊക്കെ ധരിച്ചിട്ടാണ് അയാൾ പുറത്തേക്ക് ചാടിയത്. എങ്ങനെ ഈ കറുത്ത വസ്ത്രങ്ങൾ കിട്ടുന്നത്? കറുത്ത വസ്ത്രങ്ങൾ ഇപ്പോൾ സാധാരണ രീതിയിൽ അവിടെ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളല്ല. അപ്പോൾ അയാൾ എവിടുന്നോ അഴയിൽ തോരയിട്ടതോ എന്തൊക്കെയുള്ള വസ്ത്രങ്ങൾ അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. കറുത്ത പാൻറ്റും കറുത്ത ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് അയാൾ പുറത്തേക്ക് ചാടിയുള്ളത്. പിന്നെ മാത്രമല്ല അയാളുടെ കയ്യിലൊരു ഭാണ്ഡക്കെട്ടും ഉണ്ടായിരുന്നു. പുറത്തിറങ്ങിയിട്ട് റോഡിലൂടെ നടന്നു പോകുമ്പോൾ അയാളുടെ ഒരു ഭാണ്ഡം, ആ ഭാണ്ഡം തലയിൽ വെച്ച് അതിൻ്റെ ഇടയിലേക്ക് ഈ കൈ എന്ന് പറയുമ്പോൾ ഇടത് കൈ ഇപ്പോൾ ഒരു കൈപ്പത്തി ഇല്ലാത്ത ഒരാളാണെന്നുള്ളത് പൊതുവെ എല്ലാവർക്കൊക്കെ അറിയാം. നേരത്തെ തന്നെ ഗോവിന്ദചാമിയെ കുറിച്ചുള്ള പരിചയം ആളുകൾക്കുണ്ട്. അപ്പോൾ ആ കൈപ്പത്തി ഇല്ലാത്ത ആ കൈപ്പത്തിയെ ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പാകത്തിൽ അയാൾ തലയിൽ ഒരു ഭാണ്ഡമൊക്കെ വെച്ച് അങ്ങനെയാണ് അയാൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഇവിടെ നിന്ന് ഈ ഭാണ്ഡം കിട്ടിയത്? അതുപോലെ അവിടെ നിന്ന് കെട്ടിയിറങ്ങാനായിട്ട് എവിടെ നിന്നാണ് ഇത്രമാത്രം തുണികൾ അയാൾക്ക് കിട്ടിയത്? ഇതൊക്കെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ്. അപ്പോൾ അതിനെല്ലാ സംവിധാനങ്ങളും അയാൾ തയ്യാറാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തയ്യാറെടുപ്പിനൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ നിന്ന് എവിടെ നിന്നൊക്കെയോ കിട്ടിയിട്ടുണ്ടെന്ന് അർത്ഥം. അതാണ് കാര്യം. പിന്നെ അത് മാത്രമല്ല വേറൊരു കാര്യം, പിന്നെ ഈ കമ്പി മുറിച്ച് പുറത്ത് കിടക്കണമെങ്കിൽ, ഈ കമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെന്റിലേറ്ററിൻ്റെ കമ്പിയാണ്, സാധാരണ താഴെയുള്ള ജനലൊന്നല്ലത്. അപ്പോൾ ഒരു 1.5 ആൾ ഉയരത്തിൽ നിൽക്കുന്നതായുള്ള വെന്റിലേറ്റർ, സ്ഥിതി ചെയ്യുന്ന വെന്റിലേറ്റർ, ആ വെന്റിലേറ്ററിൻ്റെ കമ്പി എങ്ങനെയാണ് മുറിക്കാൻ സാധിക്കുക? അപ്പോൾ അതിനുള്ളൊരു ആയുധം വേണ്ടേ? ഈ ആയുധങ്ങൾ എവിടെ നിന്ന് കിട്ടണം? അപ്പോൾ ഈ ആയുധങ്ങൾ അവിടെ വർക്ക്ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനത്തിൽ നിന്നോ അല്ലെങ്കിൽ ആരെങ്കിലും എത്തിച്ചു കൊടുത്തോ ഒക്കെയുള്ള ഹാക്സോ ബ്ലേഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതൊക്കെ ഉപയോഗിച്ച് മെല്ലെ മെല്ലെ, അതും ചിലപ്പോൾ മഴയുള്ള രാത്രികളിലായിരിക്കും അയാളുടെ ഈ പ്രക്രിയയൊക്കെ നടത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ആരും ശബ്ദം കേൾക്കാത്ത വിധത്തിൽ ഇതെല്ലാം ചെയ്ത് അങ്ങനെ കമ്പി മുറിച്ച് ഒക്കെയാണ് അയാൾ പുറത്ത് ചാടിയുള്ളത്. അപ്പോൾ കമ്പി മുറിക്കാനുള്ള സംവിധാനം. പിന്നെ കമ്പി മുറിക്കുന്നതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ചെയ്തിട്ട്, കമ്പി കുറച്ച് മുറിച്ച് പകുതിയൊക്കെ ആക്കി വെച്ചിട്ട് അവിടെ കുറച്ച് ഉപ്പ് കൊണ്ടിടുക. അപ്പോൾ പെട്ടെന്ന് അത് ദ്രവിച്ച് കമ്പികൾ മുറിക്കാനുള്ള അല്ലെങ്കിൽ തുരുമ്പ് പിടിക്കാനോ ഒക്കെയുള്ള സംവിധാനം കിട്ടുന്നൊക്കെ ആൾ വളരെ ഗവേഷണ ബുദ്ധിയോട് കൂടി അതൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടാണ് ഈ പരിപാടികൾ നടപ്പിലാക്കിയുള്ളത്. അപ്പോൾ ഉപ്പ് എവിടെ നിന്ന് കിട്ടി? അത് നമ്മൾ ഭക്ഷണ പാചകം ചെയ്യുന്ന ചില സ്ഥലത്ത് അവിടെ ഉപ്പ് ഭരണി ഉണ്ടാവും, ഉപ്പുണ്ടാവും. അപ്പോൾ ആ ഉപ്പൊക്കെ എടുത്ത് കൊണ്ടുവന്ന് അപ്പോൾ ഈ ഇരുമ്പിൻ്റെ ഇരുമ്പ് കമ്പിയുടെ കടക്കിലിട്ട് അങ്ങനെ അയാൾ ഉള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി. അപ്പോൾ എത്രമാത്രം ഗവേഷണ ബുദ്ധിയോട് കൂടിയുള്ള ക്രമീകരണങ്ങൾ അയാൾ ചെയ്തിട്ടാണ് ഇങ്ങനെ ഇത്രയും ഉയരമുള്ളതായുള്ള വൈദ്യുതി വേലി എന്ന് നമ്മൾ പറഞ്ഞാലും പക്ഷേ ആ വൈദ്യുതി കമ്പി പ്രവർത്തിച്ചിരുന്നില്ല. കമ്പിയുണ്ട് അവിടെ, പക്ഷേ വൈദ്യുതി അതിൽ പ്രവർത്തിച്ചിരുന്നില്ല. അത് 1 വർഷത്തോളമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതൊക്കെ ഇവർക്ക് അറിയാം, അല്ലെങ്കിൽ ഇവരത് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വളരെ കൂർമ്മ ബുദ്ധിയോട് കൂടിയിട്ട് മനസ്സിലാക്കി അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കുകയാണ് ഇയാൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ നമുക്ക് ആലോചിച്ചാൽ പിടി കിട്ടും, 1.5 ആൾ പൊക്കമുള്ളതായിട്ടുള്ള ഒരു വെന്റിലേറ്ററിലേക്ക് എങ്ങനെയാണ് ഇയാൾക്ക് തനിയെ അങ്ങോട്ട് കയറാൻ പറ്റുക? അതിനുള്ള വേറെ എന്തെങ്കിലും കസേരയോ സ്റ്റൂളോ ഒന്നുമില്ല അതിൻ്റെ ഉള്ളിൽ. എങ്ങനെ കയറാൻ കഴിയും? അതുപോലെ തന്നെ അതൊക്കെ കയറി അത് മുറിച്ച് പുറത്ത് കടന്നുവെങ്കിൽ പോലും ഈ തുണി കെട്ടിയിട്ട് മുകളിലേക്ക് കയറണമെങ്കിൽ തുണി എവിടെയെങ്കിലുമൊക്കെ പിടിപ്പിച്ചാലല്ലേ അത് പിടിച്ച് കയറാൻ പറ്റുള്ളൂ. അതാരെ പിടിപ്പിക്കുക? വെറുതെ അങ്ങോട്ട് തുണി അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ വേണമെങ്കിൽ ഒരു കല്ലൊക്കെ കെട്ടി എറിഞ്ഞു കൊടുത്താൽ പോലും അവിടെ ആ കയറ് പിടിക്കാൻ അവിടെ ആൾ വേണ്ടേ? അല്ലാണ്ട് വെറുതെ കയറാൻ പറ്റുമോ? അപ്പം ഇങ്ങനെ ഓരോ വിഷയങ്ങളും ഈ ആളായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ വളരെ ശക്തമായിട്ടുള്ള ജയിലധികൃതരുടെയോ അല്ലെങ്കിൽ മറ്റാരുടെയൊക്കെ സഹായ സഹകരണങ്ങൾ ഇതിന് കിട്ടിയിട്ടുണ്ടെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ജയിൽ ചാടാനും മറ്റു ചെയ്യാനൊക്കെയുള്ള കഴിവ് ഇയാൾ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് നല്ല അവാർഡ് കൊടുത്ത് ആദരിക്കുക വേണ്ടത്. അല്ലെങ്കിൽ വല്ല ഒളിമ്പിക്സിലേക്കോ അല്ലെങ്കിൽ മറ്റു തരത്തിലേക്കുള്ള കവാടം ഇയാൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണം. കാരണം ഇത്രയും കഴിവുള്ള ഒരാളെ നമ്മൾ ഈ ജയിലിൽ പിടിച്ച് കെട്ടിയിടേണ്ട ആളല്ല. ശരിക്കും എനിക്ക് അങ്ങനെ തോന്നുന്നത്. സാധാരണ മനുഷ്യരെ പോലെ ഉള്ള കഴിവുകൾ പോലും ഇല്ല, ഒരു കൈപ്പത്തി പോലും ഇല്ലാത്ത ഒരാൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു മഹത്തായുള്ള കാര്യമായിട്ട് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അപ്പോൾ അവിടെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോലീസ് സംവിധാനം, ജയിലധികൃതരുടെ സംവിധാനം, ഇതെല്ലാം എന്തൊക്കെയോ അപാകതകൾ പാളിച്ചകൾ ഇവിടെ നടക്കുന്നുണ്ട്.
ഈ നമ്മുടെ നേരത്തെ ഇവിടെ ആസ്പത്രി ഇടിഞ്ഞു വീണിട്ട് ഒരാൾ മരിക്കുകയുണ്ടായി, ഒരു യുവതി മരിക്കുകയുണ്ടായി. ആരോഗ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് സിസ്റ്റത്തിൻ്റെ തകരാറാണെന്ന്. അപ്പോൾ ഈ വക ഏത് പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള സംവിധാനം നമുക്കില്ല. അവിടെ എവിടെയൊക്കെയാണ് പാളിച്ചകൾ പറ്റുന്നത്, അത് സിസ്റ്റത്തിൻ്റെ തകരാറാണ്. അപ്പോൾ സിസ്റ്റമാണ്, അപ്പോൾ ഇവിടെയും ഈ സിസ്റ്റം തന്നെയാണ് പ്രശ്നം. അപ്പോൾ ഈ സിസ്റ്റം ശരിയാവാതെ നമ്മൾ ഇതൊന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. സ്വാധീനമുള്ളവർ രക്ഷപ്പെടുകയും അല്ലാത്തവർ എന്തായി തീരുക, ജയിലിൽ നരകയാതന അനുഭവിച്ച് അവിടെ കിടക്കുകയും ചെയ്യേണ്ടി വരുന്നതായുള്ളൊരു സാഹചര്യം. സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്നവരെ ജയിലിലടയ്ക്കുന്നതായുള്ള സിസ്റ്റം നമുക്കുണ്ട്. അവരുടെ പേരിൽ എന്തെങ്കിലും കുറ്റങ്ങൾ ചാർത്തിയിട്ട് ജയിലിലടയ്ക്കാം. ഇവിടെ കൊടും കുറ്റവാളിയായിട്ടുള്ള ഒരാളെ രക്ഷപ്പെടുത്താനുള്ള സംവിധാനമാണ് ഇവിടുത്തെ ജയിലധികൃതരും പോലീസൊക്കെ ചേർന്ന് നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഈ സിസ്റ്റം പരിഹരിക്കപ്പെടാതെ ഇതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പോൾ സിസ്റ്റത്തിൻ്റെ തകരാറാണ് എന്നുള്ളത് സമ്മതിച്ചുകൊണ്ട് നമുക്ക് തൽക്കാലം വിടാം.